അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 200ഓളം കോടി അതിലെ നമ്മുടെ ഭക്തജനങ്ങൾ കാണിക്കയായി ഭണ്ഡാരത്തിലിട്ടതും മറ്റുമായി കൊടുത്ത സംഭാവന എമൗണ്ടിൽ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് കളവ് പോയിരിക്കുകയാണ്. സംഭവം കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം എന്താ അറിയോ, നമ്മുടെ ഐഡിയ, എൻ്റെ ഒരു ഐഡിയയിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ പള്ളി കമ്മിറ്റികളിൽ നിന്ന് ഇങ്ങനെ പണം പോകാറുണ്ടെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തിരുമറികൾ നടക്കാറുണ്ട്. അതെല്ലാ നാട്ടിലും നടക്കും. പക്ഷെ അത് അധികമായിട്ട് കാണൽ ഈ പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പല പിരിവും നടക്കും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ട് പിരിക്കും. അപ്പോൾ ആ സംഭവത്തിൽ വേണ്ടത് ഒരു 5 ലക്ഷം ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി പിരിച്ചിട്ട് 10 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 5 ലക്ഷം കുഴച്ചട്ടി തിരിമറി ഉണ്ടാവും കമ്മിറ്റികളിൽ. അങ്ങനെ പല കമ്മിറ്റികളെയും ജനറൽ ബോഡിയിൽ വെച്ചിട്ട് നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതും, അങ്ങനെ ആ കമ്മിറ്റിയെ കുറ്റം ആരോപിച്ചുകൊണ്ട് തെളിവുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചേൽപ്പിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിഷയങ്ങളായിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെറിയ 2-3 കേസുകളിൽ ഈ പറഞ്ഞ പോലെ പള്ളിയിൽ നേർച്ചപ്പെട്ടിയിൽ പണം കൗണ്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടും പണം മിസ്സിങ് ആയ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വലിയൊരു സ്കെയിലിൽ, അതായത് അയോധ്യ പോലൊരു സ്ഥലത്ത്, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു അമ്പലമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു ഭണ്ഡാരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാണിക്ക വെക്കുന്ന സ്ഥലത്ത് ഒരുപാട് വിശ്വാസികൾ അവരുടെ എല്ലാ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പണക്കാർ മാത്രമല്ലല്ലോ ഇടുന്നത്. ഇപ്പോൾ പണമുള്ള അംബാനി 10 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് വാർത്തയല്ല. പക്ഷേ സാധാരണക്കാരൻ ഒരു ദിവസം പണിയെടുത്ത് 1000 രൂപ കിട്ടുന്നവൻ, അയാൾ ഒരു 500 രൂപ അതിലിടാന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. അല്ലെങ്കിൽ അത് അദ്ദേഹം അത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ ഇതിൽ നിന്ന് എവിടെയും പോകില്ല, ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് വിശ്വാസികൾ ഈ പൈസ പറഞ്ഞിട്ടുള്ള അമ്പലങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ളത് വലിയൊരു പ്ലാൻഡ് ആയിട്ടുള്ള കൊള്ളയാണ്. കാരണം ഇത് 1 ലക്ഷത്തിൻ്റെയോ 2 ലക്ഷത്തിൻ്റെയോ 3 ലക്ഷത്തിൻ്റെയോ സംഭവമല്ല. ഏകദേശമാണ് പറയുന്നത്. ഏകദേശം എത്രയാണ് പണം എന്നുള്ളത്, എമൗണ്ട് എന്നുള്ളത് അവർ സ്ക്രൂട്ട് ചെയ്ത് ടാലി ആക്കിയിട്ട് കണക്കാക്കി കൂട്ടിയാലേ മനസ്സിലാവും. ഏകദേശം ഒരു 200 കോടിയെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഒരു ദിവസം ഈ കൗണ്ട് ചെയ്യാൻ ഇത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ഉള്ള ആരെങ്കിലും ലോക്കലായിട്ടുള്ള ഒരാൾ വന്നിട്ട് അതിലുള്ള എല്ലാം എണ്ണീറ്റ് അയാൾക്ക് തോന്നെടുത്തിട്ട് കൊണ്ടുപോയതല്ല. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഹീസ്റ്റാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്രയും വലിയൊരു സ്രോതസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ അവിടെയുള്ള ആൾക്കാർ, അതിൻ്റെ അധികാരികൾ ഏൽപ്പിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ജീവനക്കാരനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ പേരെന്തോ പറയുന്നുണ്ട്, അനിൽ നാട്ടന്മാർ. നമുക്ക് അതിൻ്റെ ഒരു വാർത്ത ഒന്ന് കേൾക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. എന്താണ് നടന്നതെന്നുള്ള ചെറിയൊരു ഐഡിയെങ്കിലും കിട്ടണമെങ്കിൽ ഈ വാർത്ത ഒന്ന് കേട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വാർത്ത പോകുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതീവ സുരക്ഷയുള്ള പണം എണ്ണുന്ന ക്ഷേത്രത്തിലെ കാണിക്ക പണം എണ്ണാൻ ട്രസ്റ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിനായി SBI നിയമിച്ച ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു അയോധ്യ സ്വദേശിയായ അനിൽകുമാർ. ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി അതീവ സുരക്ഷയുള്ള പണമെണ്ണുന്ന മുറിയിൽ നിന്നും ദിവസേന 50,000 രൂപ വീതം മോഷ്ടിച്ചു കടത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പണമെണ്ണുന്നതിനിടെ അതിവിദഗ്ധമായി ഇയാൾ നോട്ടുകെട്ടുകൾ വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു. ബാങ്ക് അധികൃതർക്ക് തോന്നിയ ചില സംശയങ്ങളെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ തെളിവുകൾ ലഭിച്ചത്. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 10 ലക്ഷത്തോളം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ സംഭവം പുറത്തു വന്നതോടെ അയോധ്യയിലെ സുരക്ഷാ വീഴ്ച രാജ്യമൊട്ടാകെ ചർച്ചയായിരിക്കുകയാണ്. പിന്നാലെ BJP നേതാവും മുൻ MP-യുമായ ബ്രജ് ഭൂഷൺ ശരൺ സിംഗും ക്രമക്കേടുകളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് വിവാദത്തിന് ആക്കം കൂട്ടി. ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് തനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നും എന്നാൽ താൻ അത് പുറത്തു പറയാതിരുന്നതാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദങ്ങൾ ആളിക്കത്തിച്ചു.
അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ഇതാദ്യമായല്ല ആരോപണം ഉയരുന്നത്. ഭക്തർ നൽകിയ പല ചെക്കുകളും മടങ്ങുന്നതായും പ്രതിമാസം കോടിക്കണക്കിന് രൂപയുടെ കാണിക്ക ലഭിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി പണം എത്തുന്നില്ലെന്നും മുൻപും ചില ആഭ്യന്തര ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ട്രസ്റ്റ് ഇപ്പോൾ ഒരു ജീവനക്കാരൻ നേരിട്ട് പണം കടത്തിയതായി തെളിഞ്ഞതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ട്രസ്റ്റിന്റെ പ്രതിച്ഛായ തകർക്കാനും ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനുമുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപണങ്ങൾ കടുപ്പിച്ചതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനോട് നേരിട്ട് അന്വേഷണത്തിന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഈ ഉത്തർപ്രദേശ് സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ യോഗിജിയുടെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സർക്കാരാണെന്ന് അവർ അവകാശപ്പെടുന്നത്. ഗുണ്ടകളെയും പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ ഓൺ ദ സ്പോട്ട് ഷൂട്ട് ഔട്ട് ചെയ്തുകൊണ്ട് എൻകൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ളൊരു പേരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് ചില കാര്യങ്ങളുടെ പേരിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബീഫ് എക്സ്പോർട്ടിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള സ്റ്റേറ്റാണ് UP. അതേ സ്ഥാനത്ത് തന്നെ ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് മതപരമായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആൾക്കൂട്ട വിചാരണയും അക്രമമൊക്കെ ഉണ്ടായിട്ട് കൊല്ലപ്പെടുന്ന ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം. വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ UP ഈ ട്രസ്റ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റിൻ്റെ പേരിലാവുമ്പോൾ വലിയൊരു ഓഡിറ്റിങ്ങിനൊന്നും വിധേയമാവില്ല. അത് ഇപ്പം പള്ളിയായാലും ശരി, ചർച്ച ആയാലും ശരി, പിന്നെ അമ്പലമായാലും ശരി, ഏത് സ്ഥാപനമായാലും ശരി, അത് നമ്മൾ ട്രസ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രൂപഘടന ട്രസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ട്രസ്റ്റാണ്. ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിലെ അംഗങ്ങളും ട്രസ്റ്റിലെ ചെയർമാനും ട്രസ്റ്റിൻ്റെ ഉള്ളിൽ മാത്രമേ അവർ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അവർ ആൻസറബിൾ ആയിട്ടുള്ളൂ. ഒരു പൊതു സൊസൈറ്റിയോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോടോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റിനോടോ അല്ലെങ്കിൽ ഒരു CBIക്കൊന്നും അവർ ആൻസറബിൾ അല്ല. ഇതാണ് അതിൻ്റെ ലോ. അതുകൊണ്ടാണ് ട്രസ്റ്റിലേക്ക് പോകുന്നത് അധികം ആൾക്ക്. അപ്പോൾ ഈ ട്രസ്റ്റ് ഇതിൻ്റെ മുന്നേയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പൈസ ഇവിടെ വരുന്ന പൈസയും ബാങ്കിലേക്ക് എത്തുന്ന എമൗണ്ടും തമ്മിൽ ടാലി ആകുന്നില്ല എന്നുള്ളൊരു സംഭവം. അതായത് ഏതൊരു സ്ഥാപനമായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പള്ളി ആയാലും ഒരു ചർച്ച ആയാലും ഒക്കെ അവിടെ ഒരു ദിവസേന ഒരു 10,000 ആൾ വരുന്നു. ഓക്കെ, ഒരാൾ ഒരു 50 രൂപ വെച്ചിടുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ അവിടെ ആവറേജ് ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു കണക്ക് ഏതൊരു ട്രസ്റ്റിനും ഉണ്ടാവും. ആ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ വാർത്ത വന്നിട്ടുള്ളത്. ഒരു മാസം സോക്കോൾഡ് 50 കോടിയാണ് ബാങ്കിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു മാസം 25 കോടി ആകുമ്പോൾ സംശയം വരില്ലേ? ആ സംശയത്തിൽ നിന്നാണ് ബാങ്ക് അത് കത്തിയത്. ഇത് ട്രസ്റ്റ് എന്നല്ല പിടിച്ചിരിക്കുന്നത്. ഈ ആളെ അനിൽ എന്ന് പറഞ്ഞ ആളെ പിടിച്ചിരിക്കുന്നതോ അയാളെ വീട്ടിൽ നിന്ന് 10 ലക്ഷം ഇപ്പോൾ പിടിക്കാനും അയാൾ വാങ്ങിയിരിക്കുന്ന സ്വത്തുകളുടെ കണക്കൊക്കെ ഇപ്പോൾ വരുത്തിയതൊക്കെ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നത് ബാങ്കാണ്. ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർക്ക് സംശയം. കാരണം കഴിഞ്ഞ വർഷം ആവറേജായിട്ട് ഒരു മന്ത്ലി ഈ പറഞ്ഞ പോലെ ഒരു 50 കോടി ആവറേജിൽ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അതിൻ്റെ ആവറേജ് ഡിക്ലൈൻ ആവുന്നു. ഒരിക്കലും ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിശ്വാസികളുടെ എണ്ണം പെട്ടെന്ന് കുറയത്തില്ല. ഇത് മറ്റുള്ള ബിസിനസ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലെ സെയിൽസ് പോലെയല്ല. ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ കുറയുക അല്ലെങ്കിൽ ചൂടുപോലാകുമ്പോൾ കൂടുക, അങ്ങനത്തെ അല്ല. ഈ വിശ്വാസികൾ സ്ഥിരമായുള്ളൊരു ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ വലിയ വ്യത്യാസം വന്നപ്പോൾ ഈ ബാങ്കിലെ തന്നെ ജീവനക്കാരനെ ഡൗട്ട് ചെയ്യുകയാണ്, SBIയിലെ ജീവനക്കാരനെ ഡൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ ഇയാളെ CCTVയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇയാൾ സ്ഥിരമായി ഒരു ടൈം വരുമ്പോൾ ബാഗും ഇതൊന്നും കരുതുന്നില്ല. അയാൾ വസ്ത്രത്തിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പൈസ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇയാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാളുടെ സാലറി 25,000 റുപ്യയാണ്. ഇയർലി ഒരു 2.5 ലക്ഷം 3 ലക്ഷം റുപ്യ ഉണ്ടാവും. ഇയാൾ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ നാട്ടിൽ വാങ്ങിയിരിക്കുന്നത് കോടിക്കണക്കിന്
രൂപ വില വരുന്ന സ്ഥലം, പ്ലോട്ടുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആസ്തിയിലുണ്ടായിരുന്ന വളർച്ചയൊക്കെ ബാങ്ക് ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പോലീസ് വഴി പോയി ആളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോഴാണ് ഈ 10 ലക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന എമൗണ്ട്, എത്ര എമൗണ്ടാണ് ഇതിൽ നിന്ന് പോയിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് കടലിലെ വെള്ളം കോരുന്നത് പോലെയാണ്. ആ കടലിൽ വെള്ളം കോരിയാൽ എത്ര കോരി എന്നുള്ളതിന് ഐഡിയ കിട്ടുമോ? അതുപോലെയാണ്. അത്രയും വലിയൊരു ഫണ്ട് സമൂഹം വിശ്വസിച്ചുകൊണ്ട്, അവിടെയാണ് ഇതിലുള്ള ചീറ്റിംഗ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിലെ ആൾക്കാർക്ക്, ഇത് ചെയ്ത ആൾക്കാർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കാം, ദൈവത്തിന് എന്തിനാ പൈസ? അതെല്ലായിടത്തും കളവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രോഡ് നടത്തുന്ന ആൾക്കാരുടെ ഫസ്റ്റത്തെ ഒരു ഇതാണത്, ക്ലെയിമാണത്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ദൈവത്തിനെന്തിനാ ഇത്ര പൈസയൊക്കെ, ഇതൊക്കെ. അപ്പം ദൈവത്തിനെന്തിനാന്നല്ല, വിശ്വാസികൾ അവിടെ കൊടുക്കുന്നത് ആ പണം ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ അവിടെ കിടക്കുകയും അതുവഴി ആ സ്ഥാപനം വഴി അശരണരായിട്ടുള്ള, അഗതികളായിട്ടുള്ള, അനാഥരായിട്ടുള്ള, വിശക്കുന്നവരായിട്ടുള്ള, ആരുമില്ലാത്തവരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൈത്താങ്ങാവും, ഒരു തണലാവും നാളെ, ഒരു നേരത്തെ ഭക്ഷണമാകും നാളെ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവായി മാറും നാളെ, ഒരു പെൺകുട്ടിയുടെ കണ്ണീര് മാറ്റിക്കൊണ്ട് അത് അവർക്കൊരു ജീവിതം കൊടുക്കുന്ന രീതിയിലാകും നാളെ, ഒരു പ്രായമുള്ള വൃദ്ധന് തണലാവും നാളെ, സുഖമില്ലാത്ത ഒരു സ്ത്രീക്ക് അവരുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള ഫണ്ടായി മാറും നാളെ അത്. അങ്ങനെ ഓരോ സമൂഹത്തിൻ്റെ ഓരോ മേഖലയിലുള്ള ആൾക്കാർക്കും താങ്ങും തണലുമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഒരു വിശ്വാസി. ഇപ്പം ഞാനതിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു നേർച്ച ഉണ്ടാവും, എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും. നാളെ ഈ 1 ലക്ഷം 10 പാവപ്പെട്ടവൻ്റെ വയറിലെ വിശപ്പ് അകറ്റാൻ ഉപയോഗിക്കപ്പെട്ടേക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ, ആ ധാരണയിലാണല്ലോ നമ്മൾ എല്ലാ വിശ്വാസ സ്ഥാപനങ്ങളും എല്ലാ മതങ്ങളിലും ഈ നേർച്ചയും പൈസയൊക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇത് അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് പുട്ടടിക്കാനോ, അല്ലെങ്കിൽ അവിടെ എണ്ണാൻ വരുന്ന അയാൾ ഫ്രോഡ് പണി കാണിക്കാനോ വേണ്ടിയിട്ടല്ല വിശ്വാസി കൊടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ഒരു പടം കണ്ടിരുന്നു. വിഷയം പറയുന്നത്, അതായത് നമ്മുടെ സൈജു കുറുപ്പിൻ്റെ ഭരതനാട്യം എന്ന് പറഞ്ഞ പടം. അതിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ, നമ്മുടെ സായികുമാർ, ഈ പറഞ്ഞ പോലെ സുഖമില്ലാതെ കിടന്ന് ഒരു ദിവസം മരിക്കുന്നതാണ്. അങ്ങനെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വേറെ 2ാമത്തെ ഭാര്യ, കുട്ടികളൊക്കെ വന്നിട്ട് ഈ കുടുംബം അവരെ സംരക്ഷിക്കണമെന്ന രീതിയിൽ അവരെ നാട്ടിലേക്ക് പോകുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ് മോഹിനിയാട്ടം. അപ്പോൾ അതിൽ ഈ സായികുമാറും സുരാജും വേറെ 2 ആൾക്കാരും കൂടിയിട്ട് ഒരു അമ്പലം, അവിടെയുള്ള ഒരു അമ്പലത്തിൽ തന്നെ ഇവർ ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച്, ഇവരൊക്കെ ഗവൺമെൻറ് മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്ക് കിട്ടാനുള്ള കൈക്കൂലിയും കാര്യങ്ങളൊക്കെ ആ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടാൽ മതിയെന്ന് പറയും ആൾക്കാരോട്, കാരണം വിജിലൻസിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ ലാസ്റ്റ് അതിൽ നിന്ന് അവരെടുത്തു കൊണ്ടുപോയാണ് പതിവ്. അങ്ങനെയൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ നടന്നിരുന്നു. ഈ ഭണ്ഡാരത്തിൽ കൈയിട്ട് വരിക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസാണ്. പള്ളിയിലൊക്കെ നേർച്ചപ്പെട്ടി കട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിൽ അവിടെയുള്ള ആൾക്കാർ തന്നെ എടുക്കുക എന്നുള്ള ഒരു സംഭവം നടക്കലുണ്ട്. പക്ഷേ ഇതുപോലൊരു തീവട്ടിക്കൊള്ള, അതായത് ഒരു ദിവസം 1 ലക്ഷം രൂപയൊക്കെ എണ്ണീറ്റ് ഡ്രസ്സിൻ്റെ ഉള്ളിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, അത് ഒരു വർഷത്തിലുള്ളത് 365 ലക്ഷം, 3 കോടിയോളം രൂപ അവിടെ വന്നു കഴിഞ്ഞു ഒരു വർഷം. ഇപ്പോൾ എത്ര വർഷങ്ങളായി നടക്കുന്നു, ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ടാവും. ഇനി പൈസ മാത്രമാണോ അവിടെ വരുന്നത്? പല ആൾക്കാരും സ്വർണ്ണമായിട്ട് കൊടുക്കും, ചില ആൾക്കാരൊക്കെ വീടും പറമ്പും വരെ എഴുതിയിട്ട് കൊടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഇതിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഒരു വിശദമായ ഒരു CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിനെപ്പറ്റിയിട്ടുള്ള പൂർണ്ണമായ കഥ ഇവിടെ നടന്നിട്ടുള്ളത് ഏത് തരത്തിലുള്ള മണി ഈസ്റ്റാന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണും വരെ വണക്കം.